ഹലോ ഗായ്സ്, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞു. നമ്മൾ ഇന്നലെ ബാംഗ്ലൂർ നമ്മുടെ കസിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി, ഏർലി മോർണിംഗ് ഇറങ്ങേണ്ടി വന്നു. അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒന്നും സമയം കിട്ടിയില്ലല്ലേ. മൊത്തത്തിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോൾ ഭയങ്കര തിരക്കായി പോയി അവിടുന്ന്. പിന്നെ നമ്മളെ കൊച്ചുമക്കളുണ്ടായിരുന്നു 2 ആൾ. അപ്പോൾ അവരൊക്കെ കൂടെ അങ്ങ് ടൈം പാസ് ആയിപ്പോയി. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ എയർപോർട്ടിൽ കയറി ഫ്ലൈറ്റിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും ഓട്ടപ്പാച്ചിലായി പോയി. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റാണ് നമ്മുടെ, അപ്പോൾ ശ്രീനഗറിലേക്ക്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് നേരിട്ട് വന്നു, ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റിനകത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോസ് കംപ്ലീറ്റ് നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ കാശ്മീരേക്കുള്ള നമ്മുടെ യാത്ര ഇല്ല, സമാധാനമായിട്ട് പോകാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം വഴി. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ സ്നേഹങ്ങൾ കിട്ടും. ഓറും കണ്ണൂർക്കാരനാണ്, അതുകൊണ്ട് നമ്മളെ പരിചയപ്പെട്ട് ഓരോ കൊണ്ടുതരുന്ന സാധനങ്ങളെല്ലാം നമ്മളെടുക്കുന്നു. അവർ ഗ്രൂപ്പായിട്ട് കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാശ്മീരിലൊക്കെ കണ്ണൂർക്കാർ തന്നെയാണ്. അപ്പോൾ അവർ ഇടയ്ക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തരും ഫ്ലൈറ്റിനകത്തേക്ക്. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാറാകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ ആൾക്കാർ കയറുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഫ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലീവിന് വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഓണാഘോഷം. അപ്പോൾ ഈ 2 മെയിനായിട്ടുള്ള ഇതായിരുന്നു. നമ്മളങ്ങനെ നാട്ടിലെത്തിയിട്ട് ഒരുപാട് പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതുപോലെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടിയിൽ നമുക്ക് ഒരു 19-20 ദിവസമേ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളൂ. ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി നമുക്ക് ഈ ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. കാരണം അമ്മ ഇവിടെ 1 മാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇവിടെ മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. തണുപ്പ് ഞാൻ 2 വർഷമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തണുപ്പ് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ തണുപ്പ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കാരണം കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? പച്ചപ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫുൾ മലയായിപ്പോൾ. നിങ്ങൾക്ക് ആ മലയുടെ വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബ്രിഡ്ജിലൂടെ അകത്തേക്ക് പോയിക്കൊണ്ട് നമുക്കിനി ലഗേജിന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. ഫ്രണ്ടിലാണ്.
ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഗുൽമാർഗ്, ജമ്മു റോപ്പ്. നമ്മളിവിടെ അടുത്തുള്ള ക്യാൻറ്റീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ ഫുഡ്. അതെ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഞാൻ ഷോർട്ടാക്കി പറയുന്നത് ഇവിടെ വിവരിച്ചു പറയുന്നു. അത്ര സമയം ഇപ്പോൾ 2 മണിയായി, 2 മണി കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് പോകാം. കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ഒരു 2 മണിക്കൂർ മിനിമം, നമുക്ക് 2 മണിക്കൂർ വേണം ഇനി റൂമിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അതിന് ടാക്സിക്കാണ് പോകേണ്ടത്. അപ്പോൾ ടാക്സി ഇപ്പോൾ വരും. മെഷീൻ്റെ സൗണ്ടായിട്ട് കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളേതായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഇവിടുത്തെ ഫുഡാണ്. തൈരുണ്ട്, പിന്നെ എന്താ പനീറാന്ന് തോന്നുന്നു, മുമ്പേറുണ്ട്, പിന്നെ പറയാം രാജ്മ നല്ല ചപ്പാത്തി ചോറ്. ഇവിടുത്തെ മെയിൻ ഭക്ഷണം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എയർപോർട്ടിന് പുറത്തേക്കാണ് പോകേണ്ടത്. കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് കടയിൽ നിന്ന്. ഭക്ഷണം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഫുഡിന് നല്ലൊരു ടേസ്റ്റായിട്ട് ഇവിടുത്തെ. കാരണം നോർത്ത് ഇന്ത്യയിലെ മറ്റു സ്ഥലത്തൊക്കെ പോയാൽ അധികം ഫുഡൊന്നും പിടിക്കാറില്ല. പക്ഷേ ഈ ക്യാൻറ്റീനിലെ ഫുഡ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. നല്ല അരി, അതുപോലെ ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ്, പനീർ, പിന്നെ രാജമ്മ അല്ലേ. ഓക്കെ, ബാക്കി വഴിയെ കാണാം. നമ്മൾ ക്യാൻറ്റീൻ ഫുഡൊക്കെ കഴിക്കുക പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡ് അല്ല, അവരിടയ്ക്ക് വിളിച്ച് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഒരാളെ അതിൻ്റെ ഉള്ളിൽ ക്യാഷ് എടുക്കുന്നുണ്ട് ടീമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗൈസ്, അങ്ങേക്ക് പോകാനുള്ള വണ്ടി ഇതിന് പുറത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ നടക്കണം കേട്ടോ. ഇപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചേനെ. ഒരാൾ ട്രോളി ബാഗൊക്കെ ഉഞ്ചിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ഈ വണ്ടിക്കെന്താ പറയാ, ഒരു രസമുള്ള വണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കില്ല കേട്ടോ. ഈ ഗേറ്റിലേക്ക് നടക്കാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ അവർ ഒരു വണ്ടി തരും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക. അതെ, കോമഡി. എല്ലാവരും ഓടിപ്പിടിച്ച് ഇതിലേക്ക് കയറണം. ഇത് കണ്ട, ഇതുപോലത്തെ വണ്ടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസം. അല്ല, അതിനകത്തൊരു ചേട്ടൻ നമ്മൾ പോസ് ചെയ്തിട്ട്. നമ്മളങ്ങനെ ശ്രീനഗർ എയർപോർട്ടിൻ്റെ പുറത്ത് മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വന്ന ഒരു മാർക്കറ്റാണ്. ഇവിടുന്ന് ഏതായാലും നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. എന്നാൽ കടയിൽ പോകും. ഈ സാധനം കുറച്ച് ഇഷ്ടമല്ല. വണ്ടിപ്പേര് പാടില്ലേ? വണ്ടിപ്പേരിപ്പല്ല, ബദാമുണ്ട്, പിസ്ത, ഇതുണ്ട്, കറുത്ത മുന്തിരി. കറുത്ത മുന്തിരി, ഇത് നമ്മുടെ വെളുത്ത മുന്തിരി, ചോക്ലേറ്റ്. എല്ലാവിധ സാധന സാമഗ്രികൾ ഇവിടെ ഉണ്ട് കേട്ടോ. पैकेट में आता है ना एक സാഫ്രാൻ.
ആ ഒരു ഡബ്ബക്ക് 300-350 രൂപ ഉണ്ട്. ഓ 850 രൂപ. सर जी तो यार इसमें गाड़ी कड़ी ना पर मैं बाहर में हूँ. इस करने को मार्केट वाल गाड़ी ना पर നമ്മൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, ഇനി തണുപ്പാണ് ഇവിടെ സീസൺ, അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ ഒരു കടയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഷൂസ് ഉണ്ട്, അതുപോലെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഷാളിന് പകരം ഇടുന്നല്ലേ ഇത്? കാശ്മീരി ഷോൾ. ബ്ലാക്ക് കളർ. आपका नंबर यही है ना? 1 मिनट बाद आप लाइन करो. നമ്മൾ പുറത്ത് മാർക്കറ്റിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൂടി ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നടക്കുന്നു. ആപ്പിളുകളൊക്കെ പഴുത്ത്. ആപ്പിളിൻ്റെ റേറ്റ് 100 രൂപ 2 കിലോ ആപ്പിൾ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വണ്ടീൻ്റെ അകത്ത് കയറി. ഇത് നമ്മളെ യൂണിറ്റിൽ നിന്ന് വരുന്ന വണ്ടി തന്നെയാണ്. ഇനിയിപ്പം ഇതിലാണ് നമ്മളെ യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂർ യാത്രയാണ് യൂണിറ്റിലേക്ക്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനി സന്ധ്യയാകുമ്പോൾ മാത്രമാണ് നമ്മളവിടെ എത്തുക. ഇതൊക്കെ റോഡിന് സൈഡിലൊക്കെ ആപ്പിൾ പാടങ്ങളാണ് കേട്ടോ, ഫുള്ളായിട്ട് മറച്ചിട്ടുണ്ട്. അങ്ങോട്ടെത്തുമ്പോൾ ഒരുപാട് ആപ്പിൾ പാടങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഫുൾ ഗ്രീൻ കളറായിരുന്നു. റെഡ് കളറായിട്ടാകുമ്പോഴാണ് അത് അങ്ങനെ മാർക്കറ്റിലേക്കൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുക. ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ആക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഈ കുറ്റി കുറ്റിയായിട്ട് കാണുന്നതൊക്കെ ആപ്പിൾ പാടങ്ങളാണ്. ഏകദേശം നല്ല റെഡ് കളറായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആപ്പിൾ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സൂമാക്കുമ്പോൾ അങ്ങനെ ശരിക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഇതിലേക്ക് ഇറങ്ങിപ്പോയി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. അപ്പോൾ ഗൈസ് ഒരു സന്ധ്യ ആകുമ്പോൾ തന്നെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഒരു 17 ദിവസമായി. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുമ്പിൽ എല്ലാവിധ വൃത്തികേടും നിങ്ങൾ കാണുന്നുണ്ട്. ഫുള്ള് കാട് പിടിച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ ഇലകളൊക്കെ വീണിട്ട് ഫുള്ള് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.